നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാരുടെ ജൂൺ 1 മുതൽ 15 വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്ക് ഈ സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഈ ഫലം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ ഏത് കർമ്മത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഉത്സാഹം വർദ്ധിക്കുന്നതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അതിൽ മടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോഴും നമ്മുടെ ജോലിയോട് തന്നെ നമ്മൾക്ക് വെറുപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അതിലേക്ക് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഇഴുകിച്ചേരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. പുതിയ പദവികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് മൂലം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും അംഗീകാരം ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുമാന മാർഗം ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിജയങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ്. ഉദ്ദേശിച്ച വിഷയങ്ങളിലെ ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഉദ്ദേശിച്ച കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹ ആദി മംഗള കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭവനമൊക്കെ ഇല്ലാത്തവർക്ക് ഭവനമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. അതിനുള്ള ആദ്യ പടിയെന്നോണം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു സമയമാണ്. ഈ ഭരണി നക്ഷത്രക്കാരുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പൊതു സേവന രംഗത്തൊക്കെ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ പുതിയ കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പിടുന്ന ഒരു സമയമാണ്. കലാരംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നതാണ്. കായിക രംഗത്തുള്ളവർക്കും പേരും പ്രശസ്തിയും വിജയങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. കലാരംഗത്തുള്ളവർക്ക് പുതിയ എഗ്രിമെന്റുകളൊക്കെ വരുന്നതാണ്. പുതിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവരുടെ രോഗമൊക്കെ ഒന്ന് ശമിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ 13, 14 തീയതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാണ്. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ജൂൺ 13, ജൂൺ 14 ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൂടാതെ ഈ സമയത്ത് ബന്ധുക്കളുമായിട്ട് കലഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ജൂൺ 13 മുതൽ 15 വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധുക്കളുമായിട്ടോ അടുത്ത സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ഉള്ള ഒരു കലഹത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ കേസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോലീസ് കേസുകളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. വാഹനാപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക. കാരണം ഈ സമയങ്ങളിൽ ചെറിയ ഒരു മൗഢ്യം കാണുന്നുണ്ട്. നമ്മളുടെ താരകാസ്ഥിതി അത്ര ശരിയല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളുടെ വിഘ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും. അന്യമതസ്ഥരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ ആളുകള് അവരവരുടെ മതത്തിലും ദൈവത്തിലും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയാവുന്നതാണ്. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ ഈ സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാരുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഫലം നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. സഹജീവികളെ കരുണയോടെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.